നമ്മുടെ രാജ്യത്തെ വ്യവസായ ലോകത്ത് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രണ്ട് പേരുകൾ ഇപ്പോൾ നമുക്കറിയാം, അംബാനിയും അദാനിയും. എന്നാൽ അംബാനിയെയും അദാനിയെയും മറികടന്ന് ടാറ്റ ഗ്രൂപ്പ് മുൻനിരയിലെത്തി. ടാറ്റ ഗ്രൂപ്പ് പരമ്പരാഗത വ്യവസായ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള പേരാണ് ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ സൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ നയിക്കുന്നത് രത്തൻ ടാറ്റയാണ്. അപ്പം ഈ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ടാറ്റ ഗ്രൂപ്പിന്റെ ഷെയറുകൾ കുതിച്ചുയർന്ന് മുന്നിലെത്തിയിരിക്കുന്നു. ആദ്യമായിട്ട് അവർ അദാനിയെയും അംബാനിയെയും മറികടന്നിട്ട് ടാറ്റ ഓഹരികൾ, പ്രത്യേകിച്ച് TCSന്റെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, അതായത് IT മേഖലയിലെ TCS എന്ന സ്ഥാപനത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ IT കമ്പനിയായ ഒന്ന് ഇൻഫോസിസ്, രണ്ടാമത്തെ TCS ആണ്. TCSന്റെ ഷെയർ 4422 രൂപ എന്ന സർവകാല റെക്കോർഡിലേക്ക് കടന്നു. മാത്രമല്ല, ടേൺ ഓവറിൽ അദാനിയെ അംബാനിയെ മറികടന്നിട്ട് $400 ബില്യൺ, ബില്യൺ നോട്ട് മില്യൺ, $400 ബില്യൺ മാർക്കറ്റ് വാല്യുവേഷനാണ് ടാറ്റ ഗ്രൂപ്പ് നേടിയിരിക്കുന്നത്. ഇതിന് ഏറ്റവും സഹായിച്ചത് ടാറ്റ ഗ്രൂപ്പിലെ രണ്ട് ഗ്രോത്ത് എഞ്ചിനാണ്. ഒന്ന് TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, രണ്ട് ടാറ്റ മോട്ടേഴ്സ്. ടാറ്റ മോട്ടേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായിട്ട് മാറിയിരിക്കുന്നു. എത്രയോ കാലമായിട്ട് മാരുതി സുസുക്കിയാണ് ഈ ഇന്ത്യൻ വാഹന വിപണിയെ അടക്കി വാണത്. അതിനെ മറികടന്നുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായിട്ട് ടാറ്റ മോട്ടേഴ്സ് മാറിയിരിക്കുന്നു. ടാറ്റ മോട്ടേഴ്സ് മാരുതി സുസുക്കിയെ പിന്തള്ളിയിട്ട് ഈ ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികളിലും വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം ടാറ്റ സ്റ്റീൽ, അതുപോലെ ടൈറ്റൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ പുതിയ ബജറ്റ്, നിർമ്മലാ സീതാരാമന്റെ ധനകാര്യമന്ത്രിയുടെ പുതിയ ബജറ്റ്, നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം സർക്കാരിന്റെ ആദ്യ ബജറ്റ് വന്നപ്പോ സംഭവിച്ചെന്താണ്? സ്വർണത്തിനും വെള്ളിക്കും പ്ലാറ്റിനത്തിനും തീരുവ കുറച്ചപ്പോൾ, പകുതിക്കധികം നികുതി കുറച്ചപ്പോൾ അവിടെ ഏറ്റവും നേട്ടമുണ്ടാക്കിയത് ടൈറ്റനാണ്. അതായത് ടാറ്റയുടെ ഈ ആഭരണ ശൃംഖല, സ്വർണം, വെള്ളി, പ്ലാറ്റിനം വിൽക്കുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ ടൈറ്റൻ. ഇപ്പൊ ടൈറ്റൻ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഈ സ്വർണത്തിന്റെ വില കുറഞ്ഞു, നികുതി കുറച്ചപ്പോൾ, പകുതിക്ക് താഴേക്ക് കുറച്ചപ്പോൾ സ്വർണത്തിന്റെ വില കുറഞ്ഞു, അതുപോലെ പ്ലാറ്റിനം, വെള്ളി വില കുറഞ്ഞു. അപ്പോ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ, ഏറ്റവും കൂടുതൽ നേട്ടം അതുകൊണ്ടുണ്ടാക്കിയത് ടൈറ്റൻ ഗ്രൂപ്പ്. നമുക്കറിയാം, ഈ പരമ്പരാഗതമായിട്ട് ടാറ്റ എന്ന് പറയുന്ന പേര് ഇന്ത്യൻ വ്യവസായം, വാണിജ്യം, അതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിലും ഇടപെടുന്ന വ്യവസായ ഗ്രൂപ്പാണ് ടാറ്റ. എയർ ഇന്ത്യ തുടങ്ങിയത് ടാറ്റ ഗ്രൂപ്പാണ്. പിന്നെ അത് സർക്കാർ ഏറ്റെടുത്തു. ഇപ്പൊ തിരിച്ചത് എയർ ഇന്ത്യ ആർക്ക് കൊടുത്ത്? ടാറ്റ ഗ്രൂപ്പിന് കൊടുത്തു. ടാറ്റ ഗ്രൂപ്പ് ഇപ്പൊ അത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. വേറെ അതുപോലെ എയർലൈൻ ബിസിനസ് അവർ ചെയ്യുന്നു. അപ്പൊ ഈ ഏറ്റവും വിശ്വാസ്യതയുള്ള ഇന്ത്യയിലെ ഒരു വ്യവസായ ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. ഇപ്പൊ രത്തൻ ടാറ്റ നയിക്കുന്ന ടാറ്റ സൺസ്. ഇനി ഇവിടെ ഒരു പരിലാളനയുമില്ലാതെ, പ്രിവിലേജ് ഒന്നുമില്ലാതെ വളർന്ന ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പ്. നമുക്കറിയാം, UPA ഭരണകാലത്ത്, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത്, അതിനുമുമ്പ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ പരിലാളനം ലഭിച്ചത് റിലയൻസ് ഗ്രൂപ്പിനാണ്. ധീരുഭായ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിനാണ് ഏറ്റവും പരിഗണന ലഭിച്ചത്. അങ്ങനെയാണ് റിലയൻസ് ഗ്രൂപ്പ് ഒരു വലിയ വ്യവസായ ഗ്രൂപ്പായിട്ട് ഇന്ത്യയിൽ വളരുന്നത്. ഭരണകൂടത്തിന്റെ പരിലാളന, പരിഗണന, ആനുകൂല്യങ്ങൾ ഒക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് ധീരുഭായ് അംബാനിയുടെ ഗ്രൂപ്പ് വലിയൊരു വ്യവസായ ശൃംഖലയായിട്ട് ഈ രാജ്യത്ത് വളരുകയും, പിന്നെ ധീരുഭായ് അംബാനി മരിച്ചപ്പോൾ മക്കൾ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും ആ വ്യവസായ ഗ്രൂപ്പിനെ നയിക്കുകയും, പിന്നീട് അവർ പിണങ്ങി, അവർ രണ്ടായിട്ട് മാറി. ഇവര് അനിൽ അംബാനി കടക്കണിയിലാവുകയും
ഇപ്പൊ വീണ്ടും ഒരു തിരിച്ചുവരവിന്റെ ഘട്ടത്തിലാവുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ മോദി ഗവൺമെന്റ് വന്ന് 2014 വന്നതിന് ശേഷം സംഭവിച്ചത് ഈ അംബാനിയെ മാറ്റി നിർത്തിയിട്ട് അദാനിയെ പോറ്റി വളർത്തി. ആര്? നരേന്ദ്രമോദി. ഗുജറാത്തുകാരൻ കൂടിയായ പിന്നെ അദാനിയെ, ഗൗതം അദാനിയുടെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും പിന്തുണ കൊടുത്ത ഒരു ഗവൺമെന്റ് ഭരണകൂടമാണ് നരേന്ദ്രമോദി സർക്കാർ. മോദി 1 ഗവൺമെന്റ്, മോദി 2 ഗവൺമെന്റ്, ഇപ്പൊ മോദി 3 ഗവൺമെന്റ്. ഇത്തരം ഒരു പരിഗണനയും കിട്ടാതെ ഇന്ത്യയുടെ വ്യവസായ ഭൂപടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ്, സ്വാതന്ത്ര്യാനന്തര കാലം മാത്രമല്ല അതിനു മുമ്പ് മുതൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ടാറ്റ ഗ്രൂപ്പ് ഇപ്പോ ഈ 3 കാര്യങ്ങളിൽ നമ്മുടെ ഈ 2 വ്യവസായ ഗ്രൂപ്പുകളെ, അംബാനിയെയും മുകേഷ് അംബാനിയെയും ഗൗതം അദാനിയെയും മറികടന്ന് വൻ നേട്ടമാണ് TCSും അതേപോലെ ടാറ്റ പവർ, ടാറ്റ സ്റ്റീൽ, ടൈറ്റൻ ഉൾപ്പെടെ നേടിയിരിക്കുന്നത്, ടാറ്റ മോട്ടേഴ്സ് ഉൾപ്പെടെ നേടിയിരിക്കുന്നത്. ഇത് ടാറ്റ ഗ്രൂപ്പിന്റെ ഓഹരി വില ഇത്രയും വർദ്ധിച്ചത് ഒരുതരം ഞെട്ടലോടെയാണ് ആര് കാണുന്നത്? അദാനിയും അംബാനിയും കാണുന്നത്. ഈ കുതിച്ചുചാട്ടം എങ്ങനെ ഉണ്ടായി ടാറ്റ ഗ്രൂപ്പിന് എന്നുള്ളതാണ് അവര് ഞെട്ടിപ്പോയി, അദാനിയും അംബാനിയും. അപ്പോൾ ഇന്ത്യൻ വ്യവസായ ലോകത്തെ ഇനി മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുക ഇനി അദാനിയല്ല, അംബാനിയല്ല, അത് ടാറ്റ ഗ്രൂപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് അദാനിക്കും അംബാനിക്കും വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പ് മുന്നോട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല ഗ്രീൻ എനർജി, ഗ്രീൻ ഹൈഡ്രജൻ രംഗത്തേക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ 20,000 കോടി രൂപയാണ് ടാറ്റ ഗ്രൂപ്പ് ചെലവഴിക്കുന്നത്. ആർക്കാണ് ഈ വെല്ലുവിളി? അത് അദാനിക്കുള്ള വെല്ലുവിളിയാണ്, അംബാനിക്കുള്ള വെല്ലുവിളിയാണ്. ഗ്രീൻ ഹൈഡ്രജൻ, ഭാവിയുടെ ഇന്ധനം എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകളോ ട്രെയിനോ ബസ്സുകളോ അല്ല. ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. ഭാവിയുടെ ഇന്ധനം എന്ന് പറയുന്നത് ഗ്രീൻ ഹൈഡ്രജനാണ്, ഹരിത ഹൈഡ്രജനാണ്. ആ രംഗത്തേക്ക് ടാറ്റ സൺസ്, ടാറ്റ ഗ്രൂപ്പ് 20,000 കോടി രൂപ ഈ വർഷം തന്നെ നിക്ഷേപിക്കുകയാണ് അത്തരം പ്രോജക്റ്റുകൾക്കായിട്ട്. അപ്പോൾ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഒരു യശസ് മുൻനിർത്തിക്കൊണ്ട് തന്നെ അദാനിയെയും അംബാനിയെയും മറികടന്നുകൊണ്ട് ടാറ്റ ഗ്രൂപ്പ്, ടാറ്റ സൺസ് മുന്നോട്ട് വരുന്ന ഒരു സാമ്പത്തിക ചിത്രമാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്.